ഹലോ, ആം സ്പാർക്ക്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 1 യെസ്, മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ. ഇത് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ തന്നെ ഒരു അഹങ്കാരമാണ്. കാരണം ഞാൻ മൈൻക്രാഫ്റ്റ് ഏകദേശം 2018 തൊട്ട് തന്നെ കളിക്കാൻ തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു ചെറിയ അഹങ്കാരമാണ് ഞാനിപ്പോൾ ഹാർഡ് കോറിൽ തുടങ്ങുന്നത്. അപ്പോൾ എന്താകുമെന്നൊന്നും അറിയില്ല. നമുക്കെന്തായാലും ഈ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ മരം നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യണം, കാരണം ഹാർഡ് കോറാണ്. ഒന്ന് മരിച്ചാൽ പിന്നെ റീസ്പോൺ ആകാൻ പറ്റില്ല. ഞാൻ അവസാനമായിട്ട് ഹാർഡ് കോർ കളിച്ചതും അവസാനമായിട്ട് ഞാൻ ഹാർഡ് കോർ കളിച്ചത് ഏകദേശം 1 വർഷം മുമ്പ്, ഏകദേശം 1 ഇയർ ആവാറായി. കാരണം ഞാൻ ആദ്യമായിട്ട് ഹാർഡ് കോർ എന്ന് പറയുന്ന ഒരു മോഡ് മൈൻക്രാഫ്റ്റിൽ ആടാകുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇതെന്താണ് സംഭവമെന്ന്. ഞാൻ വിചാരിച്ചൊരു നമ്മുടെ ഡിഫിക്കൽട്ടി ഉണ്ടല്ലോ, നോർമൽ മൈൻക്രാഫ്റ്റിൻ്റെ പീസ്ഫുൾ, ഈസി, നോർമൽ, ഹാർഡ്. അപ്പോൾ ഹാർഡിനെക്കാട്ടും ഇച്ചിരി കൂടിയ വില ഡിഫിക്കൽട്ടി ആയിരിക്കും ഓർത്താണ് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കളിച്ച് പോകുമ്പോഴത്തേക്കും ഒരു കേവിൽ വീണ് ഞാൻ മരിച്ച്. പിന്നെ എനിക്ക് നോക്കുമ്പോൾ റീസ്പോൺ ആകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ ബഗ്ഗാണ്. ഞാൻ പിന്നെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതുപോലെ മരിച്ച് പിന്നെ റീസ്പോൺ ആവുന്നില്ല. പിന്നെ ഞാൻ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഹാർഡ് കോർ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് മാത്രമേ ഉള്ളെന്ന്. പിന്നെ ഞാൻ ആ സാധനം തൊട്ടിട്ടേ ഇല്ല. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഹാർഡ് കോർ വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇനി ഇതിൻ്റെ കുറേ എപ്പിസോഡുകൾ വരും, ജീവനുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോളെന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഇവിടെ കുറേ കറുത്ത ഷീപ്പ് നിൽക്കുന്നു. സാറിന് ഇവിടുത്തെ ഷീപ്പാണ് ഇവിടെ ഉണ്ടാവാറ്. അത് സാരമില്ല, നമുക്കൊരു ബെഡ് ഉണ്ടാക്കിയാൽ മതി. അവിടെ നിൽക്കടാ. ഓക്കെ, ഇവനെ കിട്ടി. ഇനി ഇതേ അവിടെ ഒരുത്തനുണ്ട്. പിന്നെ ഇതിൽ പെട്ടെന്ന് ഹങ്കർ ലോ ആവും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹാർഡ് കോറാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവനാണ് മണ്ടയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എന്തി അതെ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, അവനെയും കിട്ടി. ഒരു ക്രാഫ്റ്റ് ടേബിൾ പ്ലേസ് ആക്കിയിട്ട് ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം തന്നെ പകുതി ആശ്വാസമായിട്ടുണ്ട്. ഒരു ബെഡ് കിട്ടിയപ്പോൾ, കാരണം ഇനി നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാം, മോബ്സിൻ്റെ ശല്യം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ടാണ് കളിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഗെയിം ഒരു ബ്ലോക്ക് ടൈപ്പ് ഗെയിമാണെന്നും പറഞ്ഞു ഉപേക്ഷിക്കാതിരിക്കുക. കാരണം നിങ്ങളത് കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗെയിം ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗെയിം എന്തായാലും കളിച്ച് നോക്കണം. അതായത് ഞാനും അങ്ങനെയായിരുന്നു. തുടക്കത്തിൽ ആദ്യമായിട്ട് കളിക്കുമ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരൻ എന്നെ ഫോഴ്സ് ചെയ്ത് കളിപ്പിച്ച് പിന്നെ ഞാൻ ഈ ഗെയിമിന് അഡിക്റ്റായി. സത്യം പറയാമല്ലോ, ഞാൻ പിന്നെ ഈ ഗെയിം വിട്ടേ ഇല്ല. ഞാൻ ഈ ഗെയിമിന് സത്യത്തിൽ അഡിക്റ്റായി. എന്തായാലും ഈ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മൈൻക്രാഫ്റ്റിൻ്റെ ഹാർഡ് കോർ അല്ലാതെ നമ്മൾ സെർവറുകളിൽ ബെഡ് വാർ കളിക്കുന്ന മൾട്ടിപ്ലെയർ വീഡിയോസ്, അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് ഇനിയും വരും മൈൻക്രാഫ്റ്റ് റിലേറ്റഡ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഗ്രാനി മൾട്ടിപ്ലെയർ വീഡിയോയ്ക്ക് ഇത്രയും സപ്പോർട്ട് തന്നതിന് ഒരുപാട് താങ്ക് യു. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് നിലനിർത്തുക. പെട്ടെന്ന് തന്നെ നമുക്ക് കോൾ മൈൻ ചെയ്യാം. ഇപ്പം തന്നെ രാത്രിയാകും. നമുക്ക് കുറച്ച് ഫുഡ് വേണം. 6 മട്ടൺ ഉണ്ട് ഓൾറെഡി. നമുക്കത് ഫുഡാക്കാം. ഓക്കെ, ഞാൻ എന്തായാലും സ്റ്റോൺ ടൂൾസിലോട്ടൊന്ന് അപ്ഗ്രേഡ് ആയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇനി ഫർണസ് ഇവിടെ പ്ലേസ് ചെയ്യുക, കോള് വെക്കുക, ഫുഡ് കുക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ എനിക്കിങ്ങനെ ഇൻവെൻറ്ററി വൃത്തിയാക്കി വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാനിപ്പോൾ അറ്റത്തെ വെക്കാറുള്ളൂ. ബ്ലോക്ക് ഇവിടെ ഇരിക്കട്ടെ, ബെഡ് ഇവിടെ. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഷീപ്പിനെ തല്ലിക്കൊല്ലാം. ഫുഡ് എടുക്കണം. ഓക്കെ, ഫുഡ് കിട്ടി. ഷീപ്പുണ്ടോ? അവിടെ കുറച്ച് ഷീപ്പുണ്ട്. ഞാൻ പോയി കൊന്നിട്ട് വരാം. ഇപ്പോൾ തന്നെ കണ്ടോ ഹങ്കർ ലോ ആവാൻ തുടങ്ങി. അതാണ് ഡാമേജ് പോലും ഞാൻ ഇതുവരെ ആയിട്ട് എടുത്തിട്ടില്ല. സാധാരണ മോഡിലൊക്കെ ഡാമേജ് എടുത്താൽ ഇപ്പം തന്നെ ഹങ്കർ ഡൗൺ ആവാൻ തുടങ്ങത്തുള്ളൂ. ഹാർഡ് കോറിൽ അങ്ങനെയല്ല, നമ്മൾ നടക്കുന്നതിനനുസരിച്ചാണ് അവർ കൗണ്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ 100 ബ്ലോക്ക്, 100 ഒരു 55 അങ്ങനെ അങ്ങോട്ട് റേഞ്ചിലാണ് ഹങ്കർ കുറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ നേരത്തെ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും 6 മീറ്റ് കിട്ടി. ഫർണസ് എന്തി? അതെ അവിടെ ഇരിപ്പുണ്ട്. മൈ ബാഡ്. ഓക്കെ, ഫർണസിലോട്ട് വന്നിട്ട് ഇതും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് എടുത്ത് കഴിക്കാം. പിന്നെ നമ്മളെ ഇവിടെ ഫ്യൂച്ചറിൽ ബേസും കാര്യങ്ങളൊക്കെ വരും. നമ്മളെന്തായാലും നമ്മുടെ ബേസ് ഇവിടെ തന്നെ ആയിരിക്കും സെറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം സ്പോണിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഒരു വീട് പണിയാൻ. എനിക്ക് മലയ്ക്കകത്തൊരു വീട് ഉണ്ടാക്കിയാലുണ്ടെന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായാലും നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. നമ്മൾ ഏകദേശം ഞാനൊരു 15 മിനിറ്റോളം തപ്പും. 15 അല്ല അരമണിക്കൂറോളം തപ്പും. എന്നിട്ടും വില്ലേജ് കിട്ടിയില്ല. ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഞാൻ ഓഫ് ക്യാമറ വില്ലേജ് കണ്ടുപിടിക്കും.
അപ്പം എന്തായാലും ഡാമേജ് എടുത്ത് വെറുതെ. എന്തായാലും ഞാൻ ഫുഡ് കുക്കായിട്ട് ഞാനൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ബേസ് ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു എന്താ പറയുക, ഒരു കേവ് ഉണ്ട്. ചെറുതല്ല, അത്യാവശ്യത്തിന് സൈസുള്ളൊരു കേവ് തന്നെ താഴോട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പോൺ ആയത് അവിടെ നമ്മളിപ്പോൾ സൂം ചെയ്തേക്കുന്ന അവിടെ ആയിട്ടാണ് നമ്മളിപ്പോൾ സ്പോൺ ആയത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ ഇപ്പുറത്തെ ഒരു ഐലൻഡിലോട്ട് വന്ന് ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ബേസ് ഉണ്ടാക്കാൻ പോകുന്നു. ഏകദേശം നമ്മൾ ഇവിടെ ഈ വെള്ളത്തോടെ ചേർത്ത് എനിക്ക് ഇവിടെയാണ് ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മളിവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇത് ബെഡും, ഇത് ഇവിടെ റീസ്പോണും സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഹാർഡ് കോറാണ്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അപ്പുറത്തെ ഐലൻഡ്, ഇതാണ് നമ്മുടെ ഇപ്പുറത്തെ ഒരു ഐലൻഡ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഈ ഒരു വലിയ ഇതാണ്, ഒരു മല പോലത്തെ സെറ്റപ്പാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എൻ്റെ പ്ലാൻ ഈ മല മുഴുവൻ ഒരു കടലിൻ്റെ നടുക്ക്, ഇത് കടലെന്ന് പറയാൻ പറ്റില്ല, ഒരു റിവർ, എൻ്റെ നടുക്ക് വരെ മൊത്തം പൊട്ടിച്ച് മാറ്റിയിട്ട് എൻ്റെ നടുക്കൂടെ വലിയൊരു ബ്രിഡ്ജ് കെട്ടി ആ ഐലൻഡ് ഈ ഐലൻഡും കണക്ട് ചെയ്യണം. എന്നിട്ട് ഈ ഐലൻഡിൽ ഫുള്ള് ഫാമുകൾ, ബ്രീഡർ, അയൺ ഫാം, അങ്ങനെ. എന്നിട്ട് ഇവിടെ ഫുൾ എൻ്റെ ബിൽഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കണം. ഓക്കെ, അതൊക്കെ ഇനി വരും പ്ലാനിങ് ആണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് പോയി ഒന്ന് കിടന്നുറങ്ങാം. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഈ വേൾഡിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. രാത്രി ആവട്ടെ. ഓക്കെ, എന്തായാലും ഇനി നമ്മൾ വില്ലേജ് തപ്പാൻ പോവുകയാണ്. ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ട് നേരെ പോവുകയാണ്. അതിനു മുമ്പ് മെയിൻ കാര്യം പെട്ടെടുക്കണം. ഫുഡ് ഏകദേശം ഉണ്ട്, ഓക്കെയാണ്. പിന്നെ വേണമെങ്കിൽ ഫർണസും എല്ലാം എടുത്തേക്കാം. നമ്മളൊന്നും ഇവിടെ വെച്ചേക്കുന്നില്ല, തിരിച്ചിവിടെ വന്നാൽ മതിയല്ലോ. ഇതെല്ലാം ആവശ്യം വന്നാൽ നമുക്കെന്തായാലും ഫുഡ് കഴിക്കാം. കോർഡിനേറ്റ്സ് -24 14. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തിട്ടെ. -24 14. ഓക്കെ, ഇനി നമുക്ക് ഏതൊരു ഡയറക്ഷൻ പിക്ക് ചെയ്യാം. ഏത് പിക്ക് ചെയ്യായിരുന്നു? നമുക്ക് ഈ ഡയറക്ഷനിലോട്ട് തന്നെ പോയേക്കാം. എന്തായാലും എനിക്ക് വേറൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഐലൻഡ് പോലെ, ഇതിപ്പോൾ ഐലൻഡ് അല്ല, ഇതിപ്പോൾ അങ്ങോട്ടേക്കുണ്ട് കുറേ. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് നടുക്കുന്ന് മുറിച്ചിട്ട് ഒരു വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഒരു ഐലൻഡ് പോലെ ആക്കിയെടുക്കണം, ഒരു സെപ്പറേറ്റേഷൻ. മനസ്സിലായില്ലേ? അതൊക്കെ നമുക്ക് ഇനി ഫ്യൂച്ചർ ചെയ്യാം. അങ്ങനെ എനിക്കൊരു പ്ലാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് കുറേ പ്ലാൻ തലേ വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വില്ലേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അയൺ ആർമറിനുള്ള ഇതാവും. അയൺ ആർമർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ബാക്കി പ്രോഗ്രസ് തുടങ്ങും. വില്ലേജർ ബ്രീഡറിനുള്ള പരിപാടി തുടങ്ങും. പിന്നെ അവിടുന്ന് ഡയമണ്ട് ആർമർ വില്ലേജറുടെ കയ്യിൽ നിന്ന് ഒപ്പിക്കും. പിന്നെ നെതറിൽ പോകും, ആ ഡ്രാഗനെ കൊല്ലണം. അങ്ങനെ കുറേ ജോലി ഇനിയും കിടക്കുവാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്ത് ഹോപ്പ് ഒരു വില്ലേജ് കിട്ടുമെന്ന്. പിന്നെ ഈ സീഡിനെ റാൻഡമായിട്ട് അടിച്ചാണ്, എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറേ സീഡ് യൂട്യൂബിൽ തപ്പി കളിക്കാൻ പറ്റും, പക്ഷേ എല്ലാം ഒരുമാതിരി ഓവർ റേറ്റഡ് ആണ്. കാരണം 5 ബ്ലാക്ക് സ്മിത്ത്, 2 വില്ലേജ് റോബോസ്, അപ്പുറം നമുക്കതൊന്നും വേണ്ട. അതൊക്കെ ഇച്ചിരി ഓവറാണ്. കാരണം നമുക്ക് ഒരു എൻജോയ് കിട്ടത്തില്ല, എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കെന്തോ പോലെ. അതുകൊണ്ട് ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് ഞാൻ റാൻഡം തന്നെ അടിക്കാൻ നോക്കി. ഏകദേശം ഞാൻ 7 വേൾഡോളം ക്രിയേറ്റ് ചെയ്ത്. ഇപ്പോൾ അതിൽ 7ാമത്തെ വേൾഡാണ് ഇപ്പം ഞാൻ കളിക്കുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന വേൾഡ് ഞാൻ ശരിക്കും പറയുകയാണ്, ഞാൻ സീഡൊന്നും തപ്പിയതല്ല. വില്ലേജ് എനിക്കത്ര ലക്കുള്ള ഒരാളല്ല മൈൻക്രാഫ്റ്റിൽ, സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ തൊട്ടടുത്ത് തന്നെ കിട്ടി. ഞാൻ മൈൻക്രാഫ്റ്റ് ഇത്രയും കൊല്ലമായിട്ട് കളിക്കുന്നുണ്ടായാലും എനിക്ക് ഇത്രയും ലക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തേലും ആവട്ടെ, കാലം പോകുന്നതിൻ്റെ ഓരോ ഒക്കെ. എന്തായാലും നമുക്ക് ഈ വില്ലേജ് ലൂട്ടാം. ഞാൻ പറഞ്ഞു വന്നത് 7ാമത്തെ വേൾഡാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന വേൾഡ് ഒന്നിനും കൊള്ളത്തില്ല. ആദ്യം ബാഡ് ഡാൻസ് കിട്ടി, ഡെസേർട്ട് കിട്ടി, പിന്നെ സ്വാമ്പ് കിട്ടി, പിന്നെ ജംഗിളും കിട്ടി. അത് കഴിഞ്ഞാണ് എനിക്കിത് കിട്ടുന്നത്. ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ? അത്രയ്ക്ക് ലക്ക് എനിക്ക് കാണില്ല. എന്തായാലും ബ്ലാക്ക് സ്മിത്ത് കാണില്ല. എന്തായാലും അയംകുളത്തെ കൊല്ലാൻ വരട്ടെ. കൈ ബ്ലോക്ക് എടുത്ത് വെക്കണം. ഇത് ഹാർഡ് കോറാണ്, സൂക്ഷിച്ചില്ല പണിയാണ്. ഇവിടെ വന്നിട്ട് ബ്ലോക്ക് എടാ ബ്ലോക്ക് വെക്ക്. അവൻ പറന്ന് വരുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ? ഇല്ല, ബ്ലാക്ക് സ്മിത്ത് ഇല്ല. ഇവനെ അങ്ങ് കൊന്നേക്കാം.
നിന്നെ കൊണ്ടല്ലേലും ഇവിടെ ഒരു ഉപകാരമില്ല. എന്തായാലും നീ എൻ്റെ അയൺ അയക്കോ, അത് അത്രയും നല്ലതായിരിക്കും. ഓക്കെ, താഴോട്ട് ഇറങ്ങാം. ഇവിടെ ഒരു കോൾഡ്രനുണ്ട്, അത് ഞാൻ എടുക്കുക. ഓക്കെ, ശരി എന്നാൽ. ഇതിനകത്തൊരു ചെസ്റ്റ് കാണുമല്ലോ. ബ്രെഡുണ്ട്. ഓക്കെ, അത്ര നല്ല ഫുഡ് ഇരിക്കട്ടെ. ഫുഡൊക്കെ ആവശ്യം വരും. ഈ സ്റ്റോൺ ആവശ്യമുണ്ട് മറ്റേ ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കാൻ. ഫ്യൂച്ചറിൽ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കണം. സ്റ്റോൺ സ്മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കാം, എങ്കിലും അതിൽ നല്ല ഇവിടെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇവിടെ കുറേ ബ്രെഡുണ്ട്, അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഹേവിലുണ്ടോയെന്ന് തപ്പാം. എന്തായാലും ഒരു വില്ലേജ് കിട്ടി. എനിക്ക് 2 വില്ലേജറെ ഇതിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റും, അത്രയും തന്നെ ആശ്വാസം. ഇവിടെ ബ്രെഡ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? താഴോട്ട് വില്ലേജ് ഉണ്ട് കേട്ടോ. അവിടെ താഴോട്ടൊക്കെ വീട്. എന്തായാലും ഇത് വല്ലാത്തൊരു സ്പോണാണ് വില്ലേജിൻ്റെ. മൈൻക്രാഫ്റ്റ് എപ്പോഴും അങ്ങനെയാണ്, ഇടയ്ക്ക് ബഗ്ഗൊക്കെ കാണും. ഇത് ബഗ്ഗെന്ന് പറയാൻ പറ്റില്ല, ഇത് അങ്ങനെയാണ്. ചങ്ക് വേരിയേഷൻ അങ്ങനെ എങ്ങാണ്ടാണ് ഇതിന് പറയുന്നത്. എന്തായാലും ഞാനൊരു വാട്ടർ ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നു. ഞാനിപ്പോഴാണ് അത് ചെയ്യുന്നത്. ക്രാഫ്റ്റിൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഒരു വാട്ടർ ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കളക്ട് ചെയ്യാം. നമുക്ക് താഴോട്ട് എമർജ് ചെയ്ത് പോവാം. എന്തായാലും ഞാൻ അടുത്ത മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ നമ്മൾ സെർവറിൽ കളിക്കുന്നവെല്ലാം വരും. ഇവിടെ വെള്ളമില്ലേ? ബെഡ് വാറാണ്. നമ്മൾ ഞദർ ഗെയിംസ് എന്ന് പറയുന്ന സെർവറിലാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ IP പോർട്ടും IP നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ തരും. എന്തായാലും നിങ്ങൾക്ക് വേൾഡ് കളിക്കണമെങ്കിൽ ഈ വേൾഡിൻ്റെ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തേക്കാം, നിങ്ങൾക്കും കളിക്കാം. എന്തായാലും നല്ലൊരു സീഡാണ്. ഓക്കെ, ഇവിടെ എമറാൾഡ് ആവശ്യമുണ്ട്. ബണ്ടിൽ ഇരിക്കട്ടെ. ആവശ്യം വരും. എടേ അടങ്ങിയിരുന്നോണം അവിടെ. അകത്തോട്ട് കയറ്. കോമ്പസ് ഉണ്ട്, അത് കയ്യിലിരിക്കട്ടെ. ക്രൗച്ച് ചെയ്ത് പോവാം. ഓക്കെ, താഴോട്ട് ചാടണമെങ്കിൽ വെള്ളം വേണം. പക്ഷേ വെള്ളം കാണുന്നില്ലല്ലോ ഇവിടെ. ഇവിടെ ഫുഡുണ്ട്. ഹോ ക്രാഫ്റ്റ് ചെയ്ത് നമുക്കിത് പെട്ടെന്ന് പൊട്ടിക്കാം. എങ്കിലും ഞാൻ നിൽക്കുന്നില്ല, എനിക്ക് വയ്യ ഹോ ക്രാഫ്റ്റ് ചെയ്യാൻ. എനിക്ക് അങ്ങനെ ടൂൾസ് ഉണ്ടാക്കി ഫുൾ ഇതാക്കാൻ എനിക്കൊരു താല്പര്യമില്ല. എന്തായാലും ഹോ ഉണ്ടാക്കണം, ഫാർം ഉണ്ടാക്കുമ്പോൾ അത് അന്നേരം നോക്കാം. എന്തായാലും ഇപ്പോൾ നമുക്ക് തൽക്കാലം കുറച്ച് നാളത്തേക്കുള്ള ഫുഡ് ഇവിടുന്ന് തന്നെ കിട്ടിക്കോളും. എന്തായാലും ഇത്ര പെട്ടെന്ന് വില്ലേജ് കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ 1 മണിക്കൂർ എടുക്കുമെന്നൊക്കെ ഓർത്താണ്. അരമണിക്കൂർ 15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇതിപ്പോൾ 5 മിനിറ്റിന് മുമ്പേ നമുക്ക് വില്ലേജ് കിട്ടി. എന്തായാലും നല്ലൊരു സീഡാണ്. ഞാൻ റാൻഡമായിട്ട് അടിച്ചൊരു സീഡാണ്. എനിക്കിത്ര ലക്കുള്ളതല്ല. എന്തെങ്കിലും ആവട്ടെ, എപ്പോഴേലും ഇടയ്ക്കൊക്കെ ലക്ക് കാണണമല്ലോ. എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ, ലക്കില്ലാത്ത ആരും വെറുതെ വിടത്തില്ല. ഓക്കെ, നമുക്ക് ഈ സ്റ്റോൺ പൊട്ടിക്കാൻ ഇത് എന്തായാലും നല്ല യൂസാണ്. ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കാൻ, ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ. തൽക്കാലം ഞാൻ ഈ ബ്ലാസ്റ്റ് ഫർണസ് ഇവിടുന്ന് എടുത്തേക്കാം. ഓക്കെ, എന്തായാലും വെള്ളമില്ല ഇവിടെ. വെള്ളം ഉണ്ടായാലും നമുക്ക് താഴോട്ട് പോകും. ഇവിടുന്ന് ചാടിയാലും മതി. ചാടിക്കോ. ഓക്കെ, മോബ്സ് ഉണ്ട്. ഇത് ഇത്തിരി റിസ്ക്കാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കണോ? എനിക്ക് ക്യാരറ്റ് വേണം. എനിക്കുകൊണ്ട് അവിടെ കുറച്ച് അയണും ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യും? എന്നാ ചെയ്യും? ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചാൽ അമ്മമാർ തന്നെ കത്തി മരിക്കട്ടെ. ഞാനിതിൽ ഓടിക്കളിക്കാം. എന്നെ തൊടാൻ പറ്റില്ല. ഈ റിസ്ക്കായിരുന്നു. അത് വളരെ റിസ്ക്കായിരുന്നു. എന്നെ പിടിക്കാൻ പറ്റൂല. ഓക്കെ, ഞാനിപ്പോൾ ഫൈറ്റിന് നിൽക്കാത്ത ആർമറും ഇല്ല, ഒന്നുമില്ലാതെ ഞാൻ നിൽക്കുക. ഇപ്പോൾ ഹാർഡ് കോറും കൂടെയാണ്, അതും കൂടെ ഓർത്തിട്ട് വേണം കളിക്കാൻ. ഞാൻ വലിയ റിസ്ക്കാണ്. ഞാൻ ഇത്തിരി ക്യാരറ്റിന് വേണ്ടിയാണ് ഇത്ര റിസ്ക് എടുക്കുന്നത്. സോംബീസ് എല്ലാം പോകും. നമ്മുടെ ക്രീപ്പറും കണ്ടു തന്നെ. പോടാ.
പോടാ. പൊട്ടല്. ആ ഓക്കെ, ചത്ത്. സ്കെലട്ടണാണ് ഏറ്റവും വിഷയം. അവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് പാട്. പെട്ടെന്ന് ഓടി കുറച്ച് ക്യാരറ്റിൻ്റെ മതി. ആക്രാന്തം വേണ്ട. ഞാൻ പോവാ. ഓക്കെ, എനിക്ക് ഇത്രയും ക്യാരറ്റ് ധാരാളം. ക്യാരറ്റ് എനിക്ക് ഇത്രയും മതി. ഞാൻ ബാക്കി വീട്ടിൽ കൊണ്ട് ഫാർം ചെയ്തോളാം. എനിക്ക് മതിയായി. എന്തായാലും നമ്മൾ സേഫായിട്ട് തന്നെ ഇപ്പോൾ കളിക്കണം. ഓക്കെ, ഇത്രയും ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പോവാം. അത് മൊത്തം എടുക്കാനുണ്ട്, കാരണം അത് കുറേ ക്യാരറ്റ് ഉണ്ട്. പക്ഷേ അവന്മാർ താഴെ സമ്മതിക്കില്ല. അയണും ഉണ്ടായിരുന്നു, അതും എടുക്കാൻ പറ്റിയില്ല. അത് സാരമില്ല, നമുക്കിനിയും ഫുഡ് ഉണ്ടോയെന്ന് തപ്പാം ഇതുപോലെ. എന്തായാലും അവന്മാരെ ക്യാരറ്റ് കൃത്യം കൊണ്ട് താഴെ വെക്കുകയും ചെയ്ത്. ഇവിടെ കേവുണ്ട്. പോകണ്ട, ഇപ്പോൾ പോയിട്ട് കാര്യമില്ല. എന്തായാലും ഒരു ദിവസമാണ് കേവിൽ ഇറങ്ങണം. ഇറങ്ങാതെയും പറ്റില്ല. ആർമർ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ കോപ്പർ ആർമർ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാം. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് കോപ്പർ ആർമർ ക്രാഫ്റ്റ് ചെയ്യാം. എന്തായാലും ഈ വില്ലേജിൽ ഇത്ര ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോയേക്കാം. അതായിരിക്കും നല്ലത്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ബേസ് എങ്ങോട്ടായിരുന്നു? -24 -24. അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാം. -24. ആടിനെല്ലാം കൊന്നേക്കാം. നമുക്ക് ബ്രെഡ് ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി. ബ്രെഡ് ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല, അതെപ്പോൾ വേണേലും തീരാം. നമുക്കെന്തായാലും ഇങ്ങനത്തെ നോൺ വെജ് ഇരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ ബേസ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇനി ഇതും പ്ലേസ് ചെയ്ത് ബെഡും പ്ലേസ് ചെയ്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ പ്ലേസ് ആക്കിയിട്ട് ഒരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം. ഫുഡ് ക്രാഫ്റ്റ് ചെയ്യാൻ കുറച്ച് ഫുഡ് കഴിക്കട്ടെ. എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോള് വില്ലേജ് കണ്ടുപിടിക്കുക എന്നായിരുന്നു. അതെന്തായാലും എന്തോ ലക്കുള്ളതുകൊണ്ട് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കേവിലോട്ട് ഇറങ്ങും. കുറച്ച് ആർമറും ടൂൾസും ഒപ്പിക്കണം. അത് മാത്രം ചെയ്യണോ? എന്തായാലും ഇച്ചിരി കൂടെ ഒരു വീഡിയോ ഒക്കെ എന്തെങ്കിലും വേണ്ട കാണിക്കാൻ, വെറുതെ ആർമർ കളക്ട് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ആർമർ കളക്ട് ചെയ്യുന്നത് ഓഫ് ക്യാമറ ചെയ്തോളാം. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒരു ബേസ് ഉണ്ടാക്കാം. നമുക്കൊരു വീടുണ്ടാക്കി തന്നെ തുടങ്ങാം. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്നു. അതായിരിക്കും നല്ല ഒരു ഓപ്ഷൻ. കാരണം ആർമറും ടൂൾസൊക്കെ കണ്ടുപിടിക്കുന്ന കാണിച്ചാൽ അത് പ്രൊഡക്റ്റീവ് അല്ല. എന്തായാലും ഒരു ഡബിൾ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മണ്ടേ ഇങ്ങനെ ഓക്കെ വെച്ചിട്ട് അതിനകത്തിപ്പോൾ കിട്ടിയ എല്ലാ സാധനവും ഇതിനകത്ത് തന്നെ വെക്കാം. കോള്, ടോർച്ച്, സ്മൂത്ത് സ്റ്റോൺ, പേപ്പർ, ബ്രെഡ്, ഗൺ പൗഡർ, റോട്ടം ഫ്ലഷ് ഇരിക്കട്ടെ, എല്ലാം വെച്ചേക്കാം. ക്യാരറ്റ്, ഡർട്ട്, എമറാൾഡ്, ബണ്ടല്, മീറ്റ്, പഴയ ടൂൾസ്, ലീഫ്ലെറ്റ്, പ്ലാങ്ക്, ഒക്കെ സ്റ്റിക്കും കയ്യിൽ ഇവിടെ ഇരിക്കട്ടെ. എന്തായാലും വാട്ടർ ബക്കറ്റ് ഇവിടെ, ഞാനെപ്പോഴും വാട്ടർ ബക്കറ്റ് സെൻട്രലത്തെ സ്ലോട്ടിലാണ് മെയിൻലി വെക്കാറുള്ളത്. എനിക്കതാണ് ഇഷ്ടം, കാരണം പെട്ടെന്ന് എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡൊന്ന് ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു വീടുണ്ടാക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് ഇച്ചിരി ഡർട്ടൊക്കെ വെച്ച് ഒരു വിധം ഏരിയ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ഹാർഡ് കോറിൻ്റെ എപ്പിസോഡിൽ കാണുന്നവരെയായിരിക്കും. എല്ലാവർക്കും ബൈ.